ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത്, നമുക്കറിയാം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓഗസ്റ്റ് 8, അതായത് ലയൺ ഗേറ്റ് പോർട്ടൽ ഇന്ന് തൊട്ട് ആരംഭിക്കുകയാണ്. ഓൾറെഡി കുറേ ദിവസം തൊട്ട് ആരംഭിച്ചിട്ടുണ്ട്, പക്ഷേ ഇന്ന് അതിൻ്റെ എനർജി ഫ്ലോ കൂടിയ ദിവസമാണ്. അപ്പോൾ വലിച്ചു നീട്ടിയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല, വളരെ സിമ്പിളായിട്ട് പറയുകയാണ്. അതായത് നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ആ വീഡിയോയിൽ പ്രോപ്പറായിട്ട് നമുക്ക് മണി ഏൺ ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ, അതായത് ഇന്നത്തെ ദിവസം ചെയ്യാൻ പറ്റിയ ഒരു മാനിഫെസ്റ്റേഷൻ ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. എന്താണ് ഇന്ന് നമുക്ക് ചെയ്യാൻ അത് ഡീറ്റെയിൽ ആയിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അപ്പം കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മണി അഫോർമേഷൻസ് മാത്രം പോരാ, അവർക്ക് വേറെ കുറച്ച് കാര്യങ്ങൾക്കും കൂടെ വേണം. അതായത് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ഇന്ന് ചെയ്യാൻ പറ്റിയ ടൈം എന്ന് പറയുന്നത് 8:08-നും 9:09-നും ഇടയിലുള്ള ടൈമാണ് നമുക്ക് ഇന്നത്തെ ദിവസം ഈ ഒരു ഇത് ചെയ്യാൻ സാധിക്കുന്നത്. അതായത് നമുക്ക് ഈ എനർജി കൂട്ടിക്കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കാൻ കഴിയുന്ന ഒരിതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് മണി അഫോർമേഷനൊപ്പം തന്നെ ഞാൻ സക്സസ് അഫോർമേഷൻസും ലവ് അഫോർമേഷൻസും പറയുന്നുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിൽ മണി മാത്രമല്ലല്ലോ അത്യാവശ്യമായിട്ടുള്ള കാര്യം, മണിയോടൊപ്പം തന്നെ കുറച്ച് പേര് അവരുടെ ജീവിതത്തിൽ ഇതുവരെ വിജയിക്കുന്നില്ല, നല്ല രീതിയിൽ ജോലി കിട്ടുന്നില്ല, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് ഇങ്ങനെ കണ്ടിന്യൂസ് നമുക്ക് മെസ്സേജ് അയക്കുന്നവരുണ്ട്. അപ്പോൾ അവരിന്ന് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ചേച്ചി ഇതുപോലെ മണി അഫോർമേഷൻസ് മാത്രം ഇടരുതേ, കാരണം ഇന്ന് ഞങ്ങൾക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതായത് സക്സസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള അഫോർമേഷൻസ് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അഫോർമേഷൻസ് ഈ 3 പറയുന്നതിന് മുമ്പ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു കാര്യം പറയാം. നിങ്ങൾ ഫോക്കസോടെ, നല്ല വൃത്തിയോടെ ഫോക്കസോടെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നല്ലപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഇന്ന് തൊട്ട് നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു സക്സസ് ആയിരിക്കും കടന്നു വരുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു സക്സസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വേണ്ടതെന്ന് പറയുന്നത് മണി അഫോർമേഷൻ. മണി അഫോർമേഷന് 3 അഫോർമേഷനാണ് ഉള്ളത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒന്നുകിൽ ക്യാൻഡിൽ ലൈറ്റിൻ്റെ മുന്നിൽ ഇരിക്കുക, കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ടിരിക്കുക, ഇരുന്നതിന് ശേഷം നമ്മൾ 3 അഫോർമേഷൻസ് ഉണ്ട്. ആ 3 അഫോർമേഷൻസ് നിങ്ങൾ പ്രോപ്പറായിട്ട് പറയാൻ ശ്രമിക്കുക. പറഞ്ഞ ശേഷം ക്യാൻഡിലേക്ക് നോക്കുക, അതിനുശേഷം 3 അഫോർമേഷൻസ് ബുക്കിലേക്ക് എഴുതുക. അതിനുശേഷം ഈ എഴുതിയ അഫോർമേഷൻ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആരും കാണാത്ത ഒരിടത്ത് സൂക്ഷിച്ചു വെക്കാം, അല്ലെങ്കിൽ അതിനേക്കാളും ഒക്കെ ബെറ്റർ അല്ലേ നമ്മളത് കത്തിച്ച് കളയുന്നത്, കത്തിച്ച് നേരെ യൂണിവേഴ്സിലേക്ക് നമുക്കതൊരു അത് വിടാവുന്നതാണ്. അപ്പോൾ അങ്ങനെ 2 രീതികളിലാണ് നമുക്കിത് ലാസ്റ്റ് ചെയ്യാവുന്നത്. ലെറ്റിൻ ഗോ മെത്തേഡ് ചെയ്യാവുന്നതാണ്. ഈ ലെറ്റിൻ ഗോ മെത്തേഡ് എന്ന് പറയുന്നത് വിടുന്ന ഒരു രീതിയാണ്. അപ്പോൾ നമ്മൾ പിന്നെ ആ ബുക്ക് തുറന്ന് നോക്കി ഒന്നും ചെയ്യാൻ പാടില്ല, ആ ഒരു പേജ് നമ്മൾ നോക്കിയേ ചെയ്യരുത്, അന്നത്തെ ദിവസം കഴിഞ്ഞു എന്ന രീതിയിലാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുന്ന ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെഫിനറ്റ്ലി നിങ്ങൾ അത് കത്തിക്കുകയാണ് ചെയ്യേണ്ടത്. കത്തിക്കുമ്പോൾ അത് ജസ്റ്റ് ആ ഒരു പുക പുറത്തോട്ട് പോകും. അത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്ന കാര്യം, ചിലർ ഒത്തിരി രോഗവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അനുഭവിക്കുന്നവരുണ്ട്, അവർക്ക് ആ ഒരു നെഗറ്റീവ് ഒക്കെ മാറി അവരുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് കൊണ്ടുവരിക എന്നതാണ് ഞാൻ ഉൾപ്പെടെ ഉള്ളവരുടെ കുറേ ലക്ഷ്യം. അപ്പോൾ നമ്മളെന്ന് പറയും നമ്മൾക്കറിയാവുന്ന കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ 2 വീഡിയോ കണ്ടിന്യൂ ഇട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ ദിവസം നിങ്ങൾ മറക്കരുത്, ഇന്ന് 8:08-നും 9:09-നും ഇടയിലുള്ള സമയത്ത് നിങ്ങൾ ഇനിയും സമയം അതിക്രമിച്ചിട്ടില്ല, ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനുവേണ്ടി പ്രിപ്പയർ ആവുക. 8:08 എന്ന് പറയുമ്പോൾ ഇനിയും സമയമുണ്ട്. ആ ഒരു സമയത്ത് മാക്സിമം നിങ്ങൾ മനസ്സിരുത്തി നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തിന് വേണ്ടി ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ചെയ്യുക. 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ലയൺ ഈ ഒരു ഇതെന്ന് പറയുന്നത് ഭയങ്കര എഫക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് മുന്നിൽ ഏറ്റവും ലയൺ ഗേറ്റ് പോർട്ടൽ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം നമുക്ക് ഏറ്റവും ലഭിക്കുന്നതിൽ വെച്ച് നമ്മുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മണി അഫോർമേഷനിലേക്ക് കടക്കാം. ആദ്യം നിങ്ങൾ ബുക്ക് എടുക്കുക. ബുക്ക് എടുത്ത ശേഷം നിങ്ങൾ ഈ 3 കാര്യങ്ങൾ എഴുതുക. എൻ്റെ ശരീരം ആരോഗ്യമുള്ളതും ശക്തവുമാണ്. എൻ്റെ ശരീരം ആരോഗ്യമുള്ളതും ശക്തവുമാണ്. ഇതാണ് ഒന്നാമത്തെ മണി അഫർമേഷൻ. നിങ്ങൾ പണം ആഗ്രഹിക്കുന്നു, പണം തിരിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം കയ്യിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നു, അതുപോലെ തന്നെ ആർക്കെങ്കിലും കടം കൊടുത്ത് തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും പണം കൊടുക്കണമെങ്കിൽ അതും മണി അഫർമേഷൻ വരും. ഇനി മണിയുമായിട്ട് സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങളാണോ നിങ്ങൾ ആലോചിക്കുന്നത്, നിങ്ങൾക്ക് എത്ര രൂപ വേണം, ആ ഒരു ഇത് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ മണി അഫർമേഷൻ്റെ ഈ അഫർമേഷൻ പറയുന്നത്. ഇത് ലവിനും റിലേഷൻഷിപ്പിനും വേണ്ടിയിട്ടുള്ള അഫോർമേഷൻ അല്ല ഇത്. അതുകൊണ്ട് ദയവ് ചെയ്ത് മണി എന്ന ആവശ്യം, പണം എന്ന ആവശ്യമാണ് മുൻനിർത്തി നിങ്ങൾ കാണുന്നതെങ്കിൽ അതിനുവേണ്ടി മാത്രം ഇത് യൂസ് ചെയ്യുക. ഒന്നാമത്തത് എൻ്റെ ശരീരം ആരോഗ്യമുള്ളതും ശക്തവുമാണ്. ഇതാണ് ഒന്നാമത്തെ അഫോർമേഷൻ. രണ്ടാമത്തെ അഫോർമേഷൻ എന്ന് പറയുന്നത് എൻ്റെ
എൻ്റെ ശരീരം മുഴുവൻ പോസിറ്റീവ് എനർജി നിറഞ്ഞിരിക്കുന്നു. എൻ്റെ ശരീരം മുഴുവൻ പോസിറ്റീവ് എനർജി നിറഞ്ഞിരിക്കുന്നു. എൻ്റെ ശരീരം മുഴുവൻ പോസിറ്റീവ് എനർജി നിറഞ്ഞിരിക്കുന്നു. ഞാൻ ആരോഗ്യവും സന്തോഷവും തിരഞ്ഞെടുക്കുന്നു. ഞാൻ ആരോഗ്യവും സന്തോഷവും തിരഞ്ഞെടുക്കുന്നു. ഇത് പ്രധാനപ്പെട്ട 3 മണി അഫർമേഷനാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾ മറക്കാതെ ഇന്നത്തെ ദിവസം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം. മണി ആവശ്യമുള്ളവർ, പണം, കടബാധ്യത, പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് പ്രതിസന്ധികൾ എന്നിവയൊക്കെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധാരണ യൂസ് ചെയ്യുന്ന ഒരു മണി അഫർമേഷൻ ആണ്. അപ്പോൾ നിങ്ങളിത് പ്രോപ്പറായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്ത പക്ഷം നിങ്ങൾക്ക് ഒത്തിരി പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകാം. അതായത് നമ്മളിത് ട്രൈ ചെയ്യാതെ മോശമായിട്ടുള്ള രീതിയിൽ ഇത് ട്രൈ ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള രീതിയിലേക്ക് ഇതെന്ത് ചെയ്യുക, മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് സക്സസ് അഫർമേഷൻ ആണ്. ഈ സക്സസ് അഫർമേഷൻ എന്ന് പറയുമ്പോൾ രണ്ടാമത്തതാണ്. മണി അഫർമേഷന് ശേഷം വരുന്നതാണ് സക്സസ് അഫർമേഷൻ. നിങ്ങൾക്ക് വിജയം, അതായത് ജോലി, അതുപോലെ തന്നെ ഇൻ്റർവ്യൂ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തിലാണോ വിജയം വേണ്ടത് ആ വിജയവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് സക്സസ് അഫർമേഷൻ എന്ന് പറയുന്നത്. എൻ്റെ ലക്ഷ്യങ്ങൾ സഫലമാകുന്നു. എൻ്റെ ലക്ഷ്യങ്ങൾ സഫലമാകുന്നു. ഒന്നാമത്തെ അഫർമേഷനാണ്. എൻ്റെ ലക്ഷ്യങ്ങൾ സഫലമാകുന്നു. 2, ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് മാഗ്നറ്റിക്കായി എത്തുന്നു. ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് മാഗ്നറ്റിക്കായി എത്തുന്നു. ഞാൻ എൻ്റെ ജീവിത വിജയത്തിൻ്റെ നിർമ്മിതാവാണ്. ഞാൻ എൻ്റെ ജീവിത വിജയത്തിൻ്റെ നിർമ്മിതാവാണ്. ഇതാണ്, ഈ 3 നമ്മൾ സക്സസ് അഫർമേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത 3ാമത്തതാണ് നമ്മൾ ലവ് അഫർമേഷൻ. റിലേഷൻസ്, അതായത് നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാർട്ട്ണറുമായിട്ടുണ്ടാകുന്ന പ്രശ്നം, സ്നേഹം, അതുപോലെ തന്നെ സ്നേഹമായിട്ട് റിലേറ്റ് ചെയ്തുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വരത്തില്ലയോ, അതായത് കുടുംബജീവിതത്തിൽ, വിവാഹ ജീവിതത്തിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ലവ് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ കളഞ്ഞിട്ട് പോവുകയോ അല്ലാതെ എന്ത് പാർട്ട്ണർ ഇഷ്ടക്കേട് വരികയോ, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്ന് പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള വലിയൊരു ഇതാണ്, ഒരു അഫർമേഷൻ തന്നെയാണിത്. 1, ഞാൻ അനുയോജ്യമായ പങ്കാളിയെ ആകർഷിക്കുന്നു. ഞാൻ അനുയോജ്യമായ പങ്കാളിയെ ആകർഷിക്കുന്നു. 2, എൻ്റെ ജീവിതത്തിൽ സ്നേഹം ഒഴുകുന്നു. 3, ഞാൻ പ്യുവർ എൻലെസ് ലവ് ഡിസേർവ് ചെയ്യുന്നു. ഞാൻ പ്യുവർ എൻലെസ് ലവ് ഡിസേർവ് ചെയ്യുന്നു. ഈ 3 നമ്മളെ ലവ് അഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവേ നമ്മൾ പറഞ്ഞ കാര്യം 3 അഫർമേഷൻസ് ആണ്. മണി അഫർമേഷൻസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സക്സസ് അഫർമേഷൻ പറഞ്ഞു, ലവ് അഫർമേഷൻ പറഞ്ഞു. അപ്പോൾ ഈ 3 അഫർമേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഫർമേഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അഫർമേഷൻസ് പ്രോപ്പറായിട്ട് ട്രൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇത് എഴുതുക. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ അഫർമേഷൻസ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഏതാണോ ഉചിതമായിട്ടുള്ളത്, നിങ്ങളുടെ ലൈഫിൽ ഏതാണോ വേണ്ടത്, ആ അഫർമേഷൻസ് നിങ്ങൾ ആദ്യം എഴുതുക. എഴുതിയ ശേഷം നിങ്ങൾ ബുക്കിനകത്തോട്ട് എഴുതിയ ശേഷം നിങ്ങൾ മനസ്സിൽ എന്ത് ചെയ്യുക, 2-3 തവണ പറയുക. പറഞ്ഞ ശേഷം നിങ്ങൾ നേരെ ക്യാൻഡിൽ ലൈറ്റിലോട്ട് ഇതെന്ത് ചെയ്യുക, ഈ എന്താണോ ആഗ്രഹിക്കുന്ന കാര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കിട്ടാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, പതിയെ ക്യാൻഡിൽ ലൈറ്റിലേക്ക് ഈ എഴുതിയ കാര്യം നേരെ കൊണ്ടുവന്ന ശേഷം നമ്മൾ ക്യാൻഡിലിൻ്റെ മുന്നിൽ ഇത് വെച്ചിട്ട് നമ്മൾ അപ്പോൾ ഇത് നിങ്ങൾ ക്യാൻഡിൽ ലൈറ്റിൻ്റെ മുന്നിൽ ഈ ഒരു പേപ്പർ എടുക്കുക. എഴുതിയ കാര്യം നിങ്ങൾ ഏതുമായിട്ട് റിലേറ്റ് ചെയ്തു, മണി അഫർമേഷൻ ആണോ, സക്സസ് അഫർമേഷൻ ആണോ, ലവ് അഫർമേഷൻ ആണോ, എന്താണോ നിങ്ങൾ റിലേറ്റ് ചെയ്തിട്ട് എഴുതിയത് ആ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്യാൻഡിലിൻ്റെ മുന്നിൽ, ക്യാൻഡിൽ ലൈറ്റിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഒന്ന് കത്തിക്കുക. കത്തിച്ചിട്ട് അത് എന്ത് ചെയ്യുക, നമ്മൾ ബേൺ ചെയ്ത് പുറത്തോട്ട് കളയുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ബേൺ ചെയ്യാൻ താല്പര്യമില്ല, അത് കത്തിച്ച് കളയാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സീക്രട്ട് ബുക്കിൽ എഴുതി വെക്കാവുന്നതാണ്. പക്ഷേ പിന്നെ ആ ഒരു ബുക്കിൻ്റെ ആ ഒരു പേജ് നിങ്ങൾ തുറന്ന് നോക്കാൻ പാടില്ല. നമ്മൾ ലെറ്റ് ഗോ മെത്തേഡിൽ ഒരിക്കലും റിപ്പീറ്റ് ചെയ്ത് ആ ബുക്കിനെ കുറിച്ച് നോക്കുകയോ വായിക്കുകയോ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല. അന്നത്തെ ദിവസം അത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ മറക്കരുത്, ഇന്നത്തെ ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്. ഇന്നത്തെ ദിവസം രാവിലെ തൊട്ട് നമ്മൾ ഏകദേശം ഉച്ച വരെയുള്ള സമയങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനൊരു പീക്ക് അവർ എന്ന് പറയുന്നത് 8 മണി തൊട്ട് 9 മണി വരെയുള്ള സമയമാണ്. 8 മുതൽ 9 വരെയുള്ള സമയം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു എനർജി ഫ്ലോ നടക്കുന്ന സമയമാണ്. അതും വെറും എനർജി ഫ്ലോ അല്ല, പോസിറ്റീവ് എനർജിയാണ്. സൂര്യനും സിരിയസും ഭൂമിയും ഒരുമിച്ച് ചേർന്ന് നേർരേഖയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. ഈ 3 നേർരേഖയിൽ നിൽക്കുന്ന കാര്യങ്ങൾക്കും വലിയ രീതിയിലുള്ളൊരു പവറാണുള്ളത്. ഈ 3 പവറും കൂടെ ചേരുമ്പോഴത്തേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം പെട്ടെന്ന് യൂണിവേഴ്സ് നടത്തി തരുമെന്നാണ് ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങൾ ഇത് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പാണ് സക്സസ് ഉണ്ടാവും. നിങ്ങൾ എവിടെയാണോ ആഗ്രഹിക്കുന്ന കാര്യം ആ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക. അതല്ലാതെ കുറേ ആൾക്കാർ പല രീതിയിൽ നമ്മുടെ അടുത്ത് പറയാം, അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന രീതിയിൽ പറയാം. പക്ഷേ ബിലീവോടെ ചെയ്താൽ നടക്കും. ഇനി ബിലീവ് ഇല്ലാതെ പല കാര്യങ്ങളും മാനിഫെസ്റ്റേഷൻ പ്രോപ്പർ അല്ലാതെ തെറ്റായ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെച്ച് അത് സ്റ്റോപ്പ് ചെയ്യുകയും നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടാതെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചിന്തിച്ച് ഫോക്കസോടെ നിങ്ങളുടെ ആഗ്രഹമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിൽ നടക്കുക. മറ്റുള്ള ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് അവിടെ നിങ്ങൾ ബാക്കപ്പായിട്ട് പോവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക്
ഇഷ്ടമുണ്ടോ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ മറ്റുള്ള ആൾക്കാർ പറഞ്ഞു ആ ഒരു സംശയത്തിൻ്റെ പേരിൽ അത് ചെയ്ത് നോക്കാം, ചെയ്യട്ടെ എന്ന രീതിയിൽ ചെയ്യാൻ നിൽക്കരുത്. കാരണം നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട്, അതായത് ഞാൻ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല പോസിറ്റീവാണ്, പക്ഷേ ചില സമയത്ത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഒരു നെഗറ്റീവ് ഫീലൊക്കെ എനിക്ക് വരുന്നുണ്ട്, കുറേ പ്രതിസന്ധികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രതിസന്ധികൾ വരുന്നത് നിങ്ങൾ ചെയ്യുന്ന കാര്യം പ്രോപ്പറായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ്. നമ്മൾ എന്ത് കാര്യം ചെയ്ത് കഴിഞ്ഞാലും പ്രോപ്പറായിട്ടുള്ളൊരു മാനറിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സ് തിരികെ തരും. പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ നമ്മൾ യൂണിവേഴ്സിനെ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സിൽ നിന്ന് തിരിച്ച് നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് അല്ലെങ്കിൽ നല്ല രീതിയിലൊരു ലാഭം നമുക്ക് ലഭിക്കുന്നതായിരിക്കും, നല്ല കാര്യങ്ങൾ നമുക്ക് നടക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മറക്കാതെ കാണുക. ഇന്നത്തെ വീഡിയോ കാണുന്നത് ഉറപ്പായിട്ടും ലക്കി ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ ടാറ്റാ ബൈ.